ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലാണ്. നിങ്ങൾക്ക് ഈ ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനൽ ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന മുമ്പ് തന്നെ നമ്മൾ LTയുടെ ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. LT 3500 കോളിൽ 95 10 92 10, അതുപോലെ LT 3500 പുട്ട് ഓപ്ഷൻ ലെവൽ 60 95 59. അപ്പോൾ ഈ ഒരു ലെവൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ട്രേഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് LT സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിരുന്നു ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഹയസ്റ്റ് ഓപ്പൺ സ്ട്രൈക്ക് ലെവൽസിന് തൊട്ടടുത്ത് ക്ലോസ് ചെയ്യുന്നത് വെച്ചിട്ട്. അപ്പോൾ LT ആണ് എനിക്ക് തൊട്ടടുത്ത് ക്ലോസ് ചെയ്യുന്നത് കണ്ടത്. 3500 തൊട്ടടുത്താണ് LT ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ 3500 ലെവൽസ് ഇവിടെ സെലക്ട് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഈ ലെവൽസ് ആദ്യം തന്നെ ചാർട്ടിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ കോൾ ഓപ്ഷൻ്റെ ലെവൽസ് വരുമ്പോൾ 95 10 92 10 ആണ്. 95 10 നമ്മൾ മാർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ 92 10 മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഇവിടെ ആ എക്സാക്റ്റ് നമ്മുടെ ലെവലിൽ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് വന്നു. സാധാരണ നമ്മൾ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആണ് ചെക്ക് ചെയ്യാറ്. പക്ഷേ ഞാൻ ഇന്ന് 3 മിനിറ്റിലാണ് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ 3 മിനിറ്റിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആണോ, ആദ്യത്തെ ക്യാൻഡിലാണ് നമ്മൾ താഴെ ക്ലോസ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു. വീണ്ടും മാർക്കറ്റ് കയറി. ആണോ, എക്സാക്റ്റ് നമ്മുടെ ആ ഒരു 95 10 റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരാണ് ചെയ്തത്. ആണോ, വീണ്ടും ആ ലെവലിൽ ടച്ച് ചെയ്തു, മാർക്കറ്റ് താഴേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഈ ലെവൽസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരുന്നു കേട്ടോ. നല്ല രീതിയിൽ നമ്മുടെ ലെവൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 3500 പുട്ട് ഓപ്ഷൻ ലെവൽസ് എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പുട്ട് ഓപ്ഷൻ ലെവൽസ് പറയുന്നത് 60 95 ആയിരുന്നു. 60 95, പിന്നെ വന്നത് 59 ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ ലെവൽ ടച്ച് ചെയ്ത് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 മിനിറ്റ് ക്യാൻഡിൽ നമ്മൾ ലെവൽ ടച്ച് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്തതുകൊണ്ട് ഇവിടെ നമുക്ക് ബൈ ആണ് കേട്ടോ. ആ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് 14 പോയിന്റോളം കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ ഏരിയയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നത്. വീണ്ടും നമ്മുടെ ആ ലെവൽസ് ഇവിടെ താഴെ ബ്രേക്കൗട്ട് ചെയ്തപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലും ഞാൻ ഇതുപോലെ സ്റ്റോക്ക് ഓപ്ഷൻ ലെവൽസ് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് ദിവസങ്ങളിൽ പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യുന്നില്ല. ഒരു പുതിയൊരു കൺസെപ്റ്റ് നോക്കുകയാണ്. അതായത് നമ്മുടെ ആ ലെവൽസിൻ്റെ മുകളിൽ 3 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്കൊന്ന് ബൈയിലേക്ക് പോവാം. അതല്ല 3 മിനിറ്റ് ക്യാൻഡിൽ താഴത്തെ ലെവലിലാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് സെല്ലിലേക്ക് പോകാം. അപ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസേ വരുന്നുള്ളൂ. പിന്നെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് നമ്മളിവിടെ ഇവിടെ ബൈ വന്നു, നമ്മൾ ബൈ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യരുത്. സ്റ്റോപ്പ് ലോസ് നമ്മൾ ആ ഒരു ബൈ ഇടുമ്പോൾ തന്നെ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് കാണണം. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണേണ്ടത് അതിന് തൊട്ട് മുമ്പ് വന്നിരിക്കുന്ന ഏതും സിംഗ് ലോങ് ഉണ്ടെങ്കിൽ അതിന് തൊട്ട് താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഓക്കെ, അതിന് താഴെ സ്റ്റോപ്പ് ലോസ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് സെല്ലാണെങ്കിൽ അതിന് തൊട്ട് മുകളിൽ, അതിന് മുമ്പത്തെ വന്ന ക്യാനലിൽ തൊട്ട് മുകളിലുമായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് കാണാൻ. ഈ ജസ്റ്റ് ഈ ലെവൽസിൻ്റെ തൊട്ട് മുകളിൽ ഇടരുത്, ജസ്റ്റ് ഒരു ക്യാൻഡലിൻ്റെ മുകളിൽ കൂടി ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ എപ്പോഴും ക്യാൻഡലിൻ്റെ ക്ലോസ് റെഫർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് നമ്മൾ ആ സിംഗ് ലോ അല്ലെങ്കിൽ സിംഗ് ഹൈ നോക്കിയിട്ട് അവിടെ സ്റ്റോപ്പ് ലോസ് കണ്ടാൽ മതി. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുന്ന വിചാരിക്കുന്നു എങ്ങനെയാണ് ഈ ലെവൽസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യാമെന്ന്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കണ്ട വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.